വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഒരു നശിക്കണം എന്ന് വെച്ചാൽ ഞാൻ നശിക്കും. എന്നുവെച്ചാൽ ആ മകനൊരു തീരുമാനം, ഒരു ബോധം ഉണ്ടെങ്കിൽ അവൻ ഉപയോഗിക്കൂലല്ലോ. ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കേണ്ടത് മോശം സാധനമാണ്. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് നമ്മളെ വായിക്കകത്ത് കുത്തി തരൂലല്ലോ. അങ്ങനെ അൻസിബ ഹസൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ടിനി ടോമിനെതിരെ അൻസിബ ഹസൻ പ്രതികരിച്ചിരിക്കുകയാണ്. അൻസിബ ഹസൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിനി ടോം എന്ന വിഷത്തിനെ, വർഗീയ വിപത്തിനെ വെറുതെ വിടത്തില്ല, നിയമപരമായിട്ട് നേരിടും, ശിക്ഷ മേടിച്ചു കൊടുക്കും എന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. അങ്ങനെ തന്നെ വേണം. ഇതുപോലുള്ള വിഷങ്ങളെ ഇനി മലയാള സിനിമയിൽ വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. കാരണം ഒരു ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ആക്കിങ്ങനാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള സംഘടനകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത മറ്റുള്ള അംഗങ്ങൾ, വെറും അംഗങ്ങളായിട്ടുള്ള ആളുകളെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ എന്തായാലും അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി? അൻസിബയുടെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുമോ, അതോ ടിനി ടോം എന്ന് പറയുന്ന ഈ പറഞ്ഞിട്ടുള്ള അൻസിബ ടിനി ടോമിനെ പറ്റി ഇന്ന് പരാമർശിച്ചിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള പൊതുസമൂഹത്തിലെ വിപത്ത് എന്നാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം, അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വർഗീയ വിഷം തുപ്പുന്ന ആളുകളെയൊക്കെ കല്ലെറിഞ്ഞ് ഓട്ടിക്കണമെന്നാണ് അൻസിബ പറഞ്ഞത്. 100% ഞാൻ അൻസിബയോട് യോജിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അൻസിബയുടെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങളൊക്കെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അൻസിബ പരാതിയുമായിട്ട് പോയ പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരി അൻസിബയെ മണിക്കൂറുകളോളം അവിടെ പിടിച്ചിരുത്തിയിട്ട് അൻസിബയെ ഈ പറഞ്ഞിട്ടുള്ള ഈ കേസ് വഴിതിരിച്ചു വിടാനെ കൊണ്ട് പല പരിപാടിയും നടത്തിയെന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല ഈ ഞാൻ അറിയാതെ ആ വാക്കൊന്ന് പറഞ്ഞു പോയതാണ്. ആ വാക്ക് ഈ ഒരു വേസ്റ്റ് സംഘടനയ്ക്ക് ആ ഒരു വാക്ക് ചേരത്തില്ല. അതുകൊണ്ട് AMMA എന്നാണ് ഞാൻ പറയുന്നത്. കച്ചടകട സംഘടന അങ്ങനെ തന്നെ പറയണം. കാരണം നമുക്കറിയാം ഈ പറഞ്ഞിട്ടുള്ള ഇന്നസെൻ്റ്, അതുപോലെ മുന്നേ ഉള്ള ഇടവേള ബാബു, അങ്ങനെ ഒരുപാട് ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സംഘടന നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ലാലേട്ടൻ, മമ്മൂക്ക എന്നിവരൊക്കെ നിൽക്കുന്ന കഴിഞ്ഞ 35 വർഷങ്ങൾ കൊണ്ട് ഈ സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നതാണ്. പക്ഷേ ഇതുപോലുള്ള വേസ്റ്റ് ടീമുകൾ കയറിയത് പിന്നാണ് ഈ സംഘടന തകർന്ന് തരിപ്പണമായത്. അപ്പോൾ എന്തായാലും അൻസിബയുടെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇന്നിപ്പോ ലക്ഷ്മിപ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്ത പരാതിയിൽ. അപ്പൊ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനിയൊരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ എങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ ഈ സംഘടനയിലെ ഒരു ജോയിന്റ് സെക്രട്ടറിയുടെ അവസ്ഥയാണ്. തനിക്കുണ്ടായിട്ടുള്ളൊരു ദുരനുഭവം അത് നമ്മളെ ഈ പൊതുസമൂഹത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലാതെ ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ജിഹാദി എന്ന് വിളിച്ച് ഒരാളെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മതത്തിന് മൊത്തവും
കുറ്റപ്പെടുത്തുന്ന രീതിയിൽ വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള ആ ഒരു സംസാരമാണ് ടിനി ടോം ഇവിടെ നടത്തിയിരുന്നത്. എന്നിട്ടും അതിനെതിരെ വന്ന് മെഴുകിയതെല്ലാം നമ്മൾ കണ്ടതാണ്. കള്ളത്തരം പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള മറ്റേ ലക്ഷ്മിപ്രിയ, അതുപോലെ ശ്വേതാമോഹൻ, ഇവരൊക്കെ എന്ത് നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട്? ഇവരെയൊക്കെ വേണം ആദ്യം ഈ അമ്മയിൽ നിന്ന്, വീണ്ടും ഞാൻ ആ പേര് പറഞ്ഞു, ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ കാക്കിച്ച് തുപ്പാനാണ് തോന്നുന്നത്. എന്തായാലും ഞാൻ വീണ്ടും പറയുവാണ്, വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ സോറി ചോദിക്കുവാണ്. AMMA അങ്ങനെ വേണം പറയാൻ. അമ്മയെന്ന് ഒരിക്കലും ഈ സംഘടനയെ വിളിക്കില്ല. അത്രയ്ക്കും വിഷവിപത്തുകളുള്ള, വർഗീയ വിഷം ചീറ്റുന്ന, തുപ്പുന്ന വിഷപ്പാമ്പുകളുള്ള ആളുകളുള്ള സംഘടനയാണിത്. മലയാള സിനിമ എനിക്ക് തോന്നുന്നു ഈ ഒരു സംഘടന കാരണം മലയാള സിനിമ നശിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ തലപ്പത്തിരിക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ടിനി ടോമിനെയും ലക്ഷ്മിപ്രിയയെയും അതുപോലെ ശ്വേതാമേനോനെയും ഇവരെ പോലെയുള്ള ഈ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ടീംസിനെയൊക്കെ അടിച്ചു ഓടിച്ച് വെളി കളഞ്ഞാൽ മാത്രമേ, എന്നിട്ട് ശുദ്ധികലാശം നടത്തിയിട്ട് പുതിയൊരു സംഘടന രൂപീകരിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലെങ്കിൽ നോക്കിക്കും മലയാള സിനിമയ്ക്ക് തന്നെ ദോഷം ചെയ്യും. ഇവരെ പോലെയുള്ള 10 സിനിമയിൽ തല കാണിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ രാജാവാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, വർഗീയ വിഷം തുപ്പിയിട്ട് ഈ ഒരു സംഘടന ഇന്ന ആളുടെ പേരിൽ പോവല്ലേ, ഇന്ന ആളുടെ പേരിൽ പോവല്ലേ. നമ്മൾ കണ്ടാണ് ആലപ്പി അഷ്റഫ് എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ കണ്ടാണ്. എന്താണ് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത്? ഈ ഒരു സംഘടനയിൽ അൻസിബ ഹസനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് എല്ലാവരെയും വോട്ട് ചെയ്യാതെ, എല്ലാവരെയും ഒരു എതിർപ്പും ഇല്ലാത്ത രീതിയിലാണ് അൻസിബയെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പം അങ്ങനെ തിരഞ്ഞെടുത്തതറിഞ്ഞ് ഒട്ടനെ ആ മേത്തച്ചിയാണോ തിരഞ്ഞെടുത്തേക്കുന്നത്, മോഹൻലാലിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള മോശമായിട്ടുള്ള സംസാരമാണ് ഈ ഇവിടെ നടത്തിയിട്ടുള്ളതെന്നാണ് ഈ ആലപ്പി അഷ്റഫ് പുള്ളിയുടെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം അത്രയ്ക്കും വൃത്തികെട്ട ഒരു കൂട്ടം കടൽ കഴുകന്മാർ വാഴുന്ന സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊരിക്കലും നമ്മുടെ പൈസ കൊടുത്ത് നമ്മുടെ സിനിമ കാണുന്ന നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഇവന്മാരെയൊക്കെ ഈ വർഗീയ വിഷം ചീറ്റുന്ന ഇതുപോലുള്ള രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പ്രതികരിച്ചിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ പോയിരിക്കണം, നമ്മളെ പിണറായി വിജയൻ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി ഞാൻ അൻസിബയുടെ ബാക്കി പ്രതികരണം പറഞ്ഞോട് വെച്ചിട്ട് നിങ്ങൾ കണ്ടുപോകെ. വൈസ് പ്രസിഡന്റ് ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പൊ എന്ത് കേൾക്കാൻ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുകയോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്ക് എന്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാ പാർവതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടന്റെ പേരും ധ്യാൻ ചേട്ടന്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ശ്വേതാമേനോൻ ടിനിക്ക് അനുകൂലമായ നിലപാടാണ് കൊടുക്കുന്നത് പലപ്പോഴും. ഓക്കെ, കണ്ടല്ലോ ഇവിടെ അൻസിബ പറയുന്ന സാമൂഹിക വിപത്ത്, സാമൂഹിക വിഷം തന്നെയാണ് ഈ ടിനി ടോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അൻസിബ പറയുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് ഇത്രയൊക്കെ ഹർട്ട് ചെയ്തിട്ടുണ്ട്, ഇത്രയൊക്കെ പുള്ളിക്കാരി ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ വാക്കുകൾ കൊണ്ടിട്ട് ഈ ജിഹാദി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അൻസിബയുടെ ക്വാളിറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ബിഗ് ബോസ് ഷോയിൽ പോയതോടുകൂടി അൻസിബ എന്നൊരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവം കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് അറിയണം. നല്ലൊരു ക്വാളിറ്റിയുള്ള, കള്ളം പറയാത്ത, സത്യസന്ധമായി പെരുമാറുന്ന നല്ലൊരു ലേഡി തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ള അൻസിബ. പിന്നെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള
അൻസിബയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ, അത് മാത്രമല്ല ആ ഒരു സംഘടനയിൽ ഈ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാൻ പോലും പേടിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് രാജിവെച്ചിട്ടാണ് ഈ ഒരു വിഷയം അവതരിപ്പിച്ചത്. അപ്പം നോക്കിക്കോണം, ഈ ഒരു സംഘടന അധോ ലോകത്തെക്കാളും കഷ്ടമാണെന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നുണ്ടായിരിക്കാം, നമ്മളൊന്നും അറിയാത്തതായിരിക്കും. ഈ സംഘടനയുടെ പേരിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഇപ്പം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നടന്മാരൊക്കെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയത്. കാരണം അത്രയ്ക്കും നാണക്കേട് പിടിച്ച പരിപാടിയാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി പ്രതികരണം കൂടെ ഞാൻ വെച്ചുതരാം. ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ അത് കേൾക്കുമ്പോ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ മേനോൻ ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ശ്വേതാ മേനോൻ ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവര് ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ളൊരു കപടമുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപടമുഖം താഴെ വീഴ് തന്നെ വേണം. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുന്നു. ഓക്കെ, കേട്ടല്ലോ, അൻസിബയുടെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അൻസിബ വെറുതെ വിടാൻ പോകുന്നില്ല, നിയമപരമായിട്ട് തന്നെ നേരിടും എന്നാണ് അൻസിബ പറയുന്നത്. നിയമത്തിന് മുമ്പിൽ ഇവരെയൊക്കെ കൊണ്ടുവന്നിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇനി ഈ പറഞ്ഞിട്ടുള്ള ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ലക്ഷ്മിപ്രിയ പറഞ്ഞിട്ടില്ല, ഇത്രയും നല്ല മനുഷ്യൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലെന്നാണ് പറയുന്നത്. നമുക്കറിയാം ഈ ടിനിയുടെ കാര്യത്തിൽ ഇതിനു മുമ്പ് ടിനി ടോം ധ്യാൻ ശ്രീനിവാസനുമായിട്ടുള്ള ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സിനിമയിൽ ഞാൻ എൻ്റെ മകനെ വിടാത്തത്, എൻ്റെ മകന് വലിയൊരു ഓഫർ കിട്ടിയിട്ട് ഞാൻ എൻ്റെ മകനെ വിടാത്തത്, മലയാള സിനിമയിൽ കഞ്ചാവും MDMA എല്ലാം കൂടെ ഈ പറഞ്ഞിട്ടുള്ള ഇങ്ങനെയുള്ള ഇതിൻ്റെ യൂസേജ്, ഇതിൻ്റെയൊക്കെ ഉപയോഗം കൂടുതലാണ്, അതുകൊണ്ട് അതിലോട്ട് ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞ ടിനി ടോമിൻ്റെ മകൻ പിന്നെ ഇതിനൊക്കെ അടിമയായിട്ട് പോലീസ് പിടിച്ച് ആ വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക്കിൽ വന്നിട്ട് വേറെ ഏതോ ഒരു വ്യക്തിയെ, ശബരീഷ് എന്ന് പറയുന്ന വ്യക്തിയെ തെറി വിളിക്കുന്നതും അസഭ്യം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പം നോക്കിയേ സ്വന്തം വീട്ടിൽ സ്വന്തം മകനെയും അതുപോലെ സ്വന്തം വീട്ടിലെയും അവസ്ഥ ടിനി ടോമിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കി. അതുപോലും ടിനി ടോമിന് അപ്പം നമുക്ക് മനസ്സിലാക്കാവുന്നില്ല ടിനി ടോമിൻ്റെ സംസ്കാരം എവിടെ കിടക്കുന്നെന്ന്. ടിനി ടോമിൻ്റെ സംസ്കാരം എവിടെ കിടക്കുന്നത് നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ആ ടിനി ടോമിൻ്റെ മകൻ്റെ പ്രവൃത്തിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നല്ലൊരു അച്ഛനും നല്ലൊരു വ്യക്തിയുമാണെങ്കിൽ ആ മകനെ പറഞ്ഞു തിരുത്തി കൈപിടിച്ച് നേരെ കൊണ്ടുവരികയാണ് ചെയ്തത്. നേരെ മറിച്ച് മകനെ അന്ന് തൊട്ട് മകനെ സപ്പോർട്ട് ചെയ്യുന്ന ടിനി ടോമിനെയൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? അതുകൊണ്ടാണ് അവസാനം നമ്മൾ ശബരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു വീഡിയോസിലൂടെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടിനി ടോമിൻ്റെ മകൻ്റെ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണാൻ സാധിച്ചത്. പക്ഷേ ഈ ചെറുക്കൻ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ വണ്ടി എടുത്തിട്ട് ഇരപ്പിച്ചും മൂപ്പിച്ച് സൗണ്ടും കേൾപ്പിച്ചുകൊണ്ട് അതിൻ്റെ പരിസരത്തൂടെയൊക്കെ ഇങ്ങനെ പോകുന്നതാണ് പറയുന്നത്. അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അവൻ്റെ അമ്മയെ വിളിച്ച് ആ ഒരു അയൽക്കാരൻ, ഈ ശബരീഷ് എന്ന് പറയുന്ന ആൾ കാര്യം പറഞ്ഞതിൻ്റെ ആ ഒരു വൈരാഗ്യമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം ടിനി ടോം മസ്താങ്ക് മേടിച്ച് ഷോ കാണിക്കുന്നത് അത് ഓക്കെ, അതൊക്കെ അയാളുടെ ഇഷ്ടംപോലെ പൈസ കാണും. ഞാനങ്ങനെ ആലോചിക്കുന്നത് മലയാള സിനിമയിൽ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും ഒരുപാട് ക്യാരക്ടർ ചെയ്തിട്ടുള്ള ജഗദീഷിന് പോലും ഇന്ന് വരെ ഒരു സ്വന്തമായിട്ടൊരു ബെൻസ് ഇല്ല. പക്ഷേ ബെൻസ് ഇല്ലാതല്ല, പുള്ളിക്ക് നല്ലൊരു വണ്ടിയില്ല. പക്ഷേ അങ്ങും ഇങ്ങും 1-2 ഫിലിം ചെയ്തിട്ടുള്ള ടിനി ടോം മസ്താങ്കും അതും ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് ഈ പൈസകളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേറെ പരിപാടി, വേറെ തൊഴിലും കാര്യങ്ങളൊന്നും പുള്ളിക്കില്ല. അതൊക്കെ പോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഞാൻ എന്തായാലും ആ ഒരു വാർത്തയൊന്ന് വെച്ച് തരാം. സിനിമാ സെറ്റിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചയെ ആളിക്കത്തിക്കുന്നതായിരുന്നു ടിനി ടോമിന്റെ തുറന്നു പറച്ചിൽ. സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗം ഭയന്ന് സിനിമയിൽ അഭിനയിക്കാൻ മകന് ലഭിച്ച അവസരം വേണ്ടെന്ന് വെച്ചെന്നായിരുന്നു ടിനി ടോം പറഞ്ഞത്. രണ്ടാഴ്ച മുമ്പുണ്ടായ സംഭവം, എന്റെ മകന് സിനിമയിൽ ഒരു വലിയ നടന്റെ മകനായിട്ട് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടി. എന്റെ വൈഫ് പറഞ്ഞു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഭയം മയക്കുമരുന്ന് തന്നെയാണ്. എന്നാൽ ടിനി ടോമിന്റെ ആരോപണത്തിന് സിനിമാ മേഖലയിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചില്ല.
മയക്കുമരുന്ന് ആരും വായിൽ കുത്തിക്കയറ്റി തരില്ലെന്ന് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. ഒരുത്തൻ നശിക്കണം എന്ന് വെച്ചാൽ ഞാൻ നശിക്കും. എന്നുവെച്ചാൽ ആ മകനൊരു തീരുമാനം ഒരു ബോധം ഉണ്ടെങ്കിൽ അവൻ ഉപയോഗിക്കില്ലല്ലോ. ഇത് ഉപയോഗിക്കുന്നില്ല, ഇത് ഉപയോഗിക്കേണ്ടത് മോശം സാധനമാണ്. അല്ലാണ്ട് ഒരാൾ വന്നിട്ട് നമ്മളെ വായിക്കകത്ത് കുത്തിത്തേറ്റി തരൂലല്ലോ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും തന്നെ. ബോധവും കഥയുള്ള ഒരുത്തനാണെങ്കിൽ അവനത് ഉപയോഗിക്കില്ല. അത്ര. ഓക്കെ, എന്തായാലും അൻസിബയ്ക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലുള്ള അൻസിബ പറഞ്ഞ പോലെ വർഗീയ വിപത്തിനെ, വർഗീയ വിഷത്തിനെ മലയാള സിനിമയിൽ വെച്ച് കുറിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മലയാള സിനിമയെ ദോഷം ചെയ്യും. മലയാള സിനിമ നശിച്ച് നാരായണക്കല്ലെടുക്കുക തന്നെ ചെയ്യും, അല്ലേ? അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലിനെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.